വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ചെമ്മാൾ. നമ്മളിന്ന് കാണുന്നത് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. പ്രീ ബുക്കിംഗ് വീഡിയോ ആണ്. നല്ല ഭംഗിയുള്ള കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ഡിഫറെൻറ്റ് ഇതുപോലെ വർക്ക് വന്നിട്ടുള്ള കുർത്തീസാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി. പ്രീ ബുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4 to 5 ഡേയ്സ് 4 ഡേയ്സ് നമ്മൾ സൈറ്റിൽ ഉണ്ടാവും. സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതിന് മുമ്പ് നമുക്ക് സോൾഡ് ഔട്ട് ആയാൽ നമ്മളത് റിമൂവ് ചെയ്യുകയും ചെയ്യും. 3 to 4 ഡേയ്സ് മാക്സിമം അത്രയും ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള 10 to 15 ഡേയ്സ് 15 ഡേയ്സ് എടുക്കില്ല, 10 to 15 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളവർ മാത്രം പ്രീ ബുക്കിങ്ങിൽ ചെയ്യട്ടോ, അല്ലെങ്കിൽ റെഡി ടു ഡെസ്പാച്ച് അല്ല, ഇത് ചെയ്ത് വരണം. അപ്പോൾ അങ്ങനത്തെ കുർത്തീസ് പ്രീ ബുക്കിംഗ് ആണിത്. ഫസ്റ്റ് കുർത്തി നല്ലൊരു മജന്ത ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള വർക്ക് വൺ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് മെഷീൻ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ 999 ആണ് റേറ്റ് വരുന്നത്. നല്ല ഡാർക്ക് ഹോട്ട് പിങ്ക് കളർ എന്ന് പറയാം, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നമ്മുടെ ടെന്നസി ബ്രാൻഡിൽ വന്നേക്കുന്നതാണ്. ഫിനിഷിങ്ങോടുകൂടി വന്നേക്കുന്നതാണ്. ഇന്ന പോർഷനിൽ സീം എലവൻസ് ഒക്കെ ഇട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഇഞ്ചോളം ഒരു സൈഡിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന പോലെ തന്നെ ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള കുർത്തീസാണ് കേട്ടോ. സ്ലീവ്സിന് എല്ലാം ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വരുന്നത്. ടെന്നസി ബ്രാൻഡഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ഇതുപോലെയാണ് ഔട്ട്ലുക്ക് വരെ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വൈറ്റ് കളർ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലാസ് വന്നേക്കുന്നത് വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് ലെഗിൻസ് ആണ് പെയർ ചെയ്തേക്കുന്നത്. വൈറ്റ് ലെഗിൻസിൻ്റെ ലിങ്കും കൂടി വേണമെങ്കിൽ സൈറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആങ്കിൾ ലെങ്ത് ആണ് കേട്ടോ ഇത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു large to XXL വരെയാണുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാം. ഈ ഗ്രീൻ ഷെയ്ഡും ഇതിൻ്റെ കൂടെ മാച്ചായിപ്പോൾ ഇത് ഒരു റെയർ ആയിട്ടുള്ളൊരു കളർ. ഈ കളറൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മിക്ക കുർത്തീസിൻ്റെ കൂടെ ഇത് പോകും. നിങ്ങൾക്ക് ഓഫീസ് യൂസിനൊക്കെ ഇങ്ങനത്തെ ലെഗിൻസ് ആകുമ്പോൾ ഓരോ ടോപ്പിൻ്റെ കൂടെ മാച്ചായി നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കാം. ഇതിപ്പോൾ സൈസസ് അവൈലബിൾ 38 to 46 സൈസാണ്. വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. നല്ല ഫിനിഷിങ്ങോടുകൂടി വന്നിട്ടുള്ള കുർത്തിയാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇതിലേക്ക് ഇതുപോലെ ഗ്രീനും നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡിലുള്ള വർക്ക്. നല്ല ഭംഗിയുടെ മജന്ത എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മജന്താണ്. ഇതിൻ്റെ ലെഗിൻസും കൂടി ഈ സെയിം കളർ ലെഗിൻസ് ഉണ്ട്. അപ്പോൾ ലെഗിൻസും കൂടി ആഡ് ചെയ്തേക്കാം. അതും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ട്വിൻ ബേർഡിൻ്റെ ലെഗിൻസാണ്. large XL, മീഡിയം, XXL അങ്ങനെ നിങ്ങൾ നോർമലി എടുക്കുന്ന സൈസസിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതാണ് സെക്കൻഡ് കുർത്തി വരുന്നത്. 999 ആണ് റേറ്റ്. 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ്. അതിലേക്ക് വന്നിരിക്കുന്ന വർക്ക് യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയേക്കുന്ന പറയാം. 999 ആണ് റേറ്റ്. സ്ലീവ്സിനുള്ളിൽ അതുപോലെ തന്നെ 2 സൈഡിലും വർക്ക് ഉണ്ട്. ഇതിനിപ്പോൾ ഞാൻ പെയർ ചെയ്തേക്കുന്നത് യെല്ലോ കളർ ലെഗിൻസ് ആണ്. ഗ്രീനും നിങ്ങൾക്ക് പെയർ ആവട്ടോ. ഗ്രീനും ഇതിനകത്തുണ്ട്, യെല്ലോയും പെയർ. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. യെല്ലോയുടെയും ഗ്രീനിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. അതും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാ ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റും ഈ യെല്ലോ മാച്ചിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് പാൻറ്റാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ യെല്ലോയും നന്നായിട്ട് മാച്ച് ആവും. അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റേറ്റ് ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ നോക്കിയിട്ടൊക്കെ ലെഗിൻസിൻ്റെ സ്ട്രെയിറ്റ് പാൻറ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ടാവും. സൈറ്റിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇത് പ്രീ ബുക്കിംഗ് വീഡിയോ ആണ്. 10 to 15 ഡേയ്സ് മാക്സിമം അതിനുള്ളിൽ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് വേറെ നിങ്ങൾ റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ കൂടെയാണ് ഇത് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ലേറ്റ് ആവും. അപ്പോൾ പ്രീ ബുക്കിങ്ങിൻ്റെ പ്രൊഡക്ട്സ് എപ്പോഴും സെപ്പറേറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യം വരും. റെഡി ടു ഡെസ്പാച്ച് ആദ്യം തന്നെ കിട്ടും. പ്രീ ബുക്കിങ്ങിൻ്റെ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ ലേറ്റ് ആവും, രണ്ടും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് സൈറ്റ് പർച്ചേസ് ചെയ്യുക. നല്ല പ്രൊഡക്റ്റാണ്. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.